अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला अशरफिल मुरसलीन വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ശഅറുൻ നഖായിലിനെ കുറിച്ചാണ്. നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാകും ശഅറുൻ നഖായിലിനെ കുറിച്ച്. എന്താ നഖായിൽ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഉമവി കാലഘട്ടത്തിലെ വളരെ പ്രസിദ്ധരായ 3 കവികൾ ഉണ്ടായിരുന്നു. ഫറസ്ദഖ്, ജരീർ, അഖ്തൽ. ഇങ്ങനെ 3 കവികളാണ് ഉമവി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ, ഈ ഫറസ്ദഖും ജരീറും അഖ്തലും തമ്മിൽ വളരെ ശക്തമായ രീതിയിൽ ഇവർക്കിടയിൽ ശത്രുത ഉണ്ടായിരുന്നു. അപ്പോൾ ഫറസ്ദഖ് ഒരു കവിത പാടുമ്പോൾ അതേ ബഹറിൽ, അതേ കാഫിയയിൽ അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു കവിത രചിക്കും. ഇതിനെയാണ് ഷിഅറുൻ നഖായിൽ എന്ന് പറയാം. ഇതിന്റെ കോണ്ടന്റ് മാറ്റം ഉണ്ടാകും, പക്ഷെ അതിന്റെ ബഹർ സെയിം ആയിരിക്കും, കാഫിയ സെയിം ആയിരിക്കും. അപ്പോഴേ നമുക്ക് ഇതിന് എന്ത് പറയാൻ പറ്റുള്ളൂ? ഷിഅറുൻ നഖായിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർ തമ്മിൽ ഉള്ള ശത്രുതയിൽ ആക്ഷേപിച്ചുകൊണ്ട് പരസ്പരം കവിത എഴുതുന്നതിനെയാണ് ഷിഅറുൻ നഖായിൽ എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ കവിത്രയങ്ങള്. ആധുനിക കവിത്രയങ്ങളുണ്ട്, പ്രാചീന കവിത്രയങ്ങളുണ്ട്. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. എന്നാൽ പ്രാചീന കവിത്രയങ്ങള് നമുക്കറിയാം. പ്രാചീന കവിത്രയങ്ങള് നമ്മളെ ചെറുശ്ശേരി, തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ അല്ലെ, മറ്റൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ എന്ന ത്രയകവികൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കവിത ഉണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഉമവി കാലഘട്ടത്തിലെ കവിത്രയങ്ങളാണ് ഫറസ്ദഖ്, ജരീർ, അഖ്തൽ. നമ്മൾ ഇവരുടെ പേര് ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഫറസ്ദഖ്, ജരീർ, അഖ്തൽ നിങ്ങൾ കാണുന്നുണ്ടാകും. ഫറസ്ദഖിന്റെ ശരിക്ക് പേര് ഹുമാം ബിൻ ഗാലിബ് അദ്ദാരിമി അൽ മുജാശിഇ അത്തമീമി. ഫറസ്ദഖിൻ്റെത്. നേരെ മറിച്ച് ഇതാണ് ഫറസ്ദഖ്. നേരെ മറിച്ച് ജരീറിന്റെ നോക്കി നിങ്ങൾ. ജരീറിന്റെ പേര് ജരീറുൽ കുലൈബി അൽ യർബുഇ അത്തമീമി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഫറസ്ദഖും ജരീറും രണ്ടുപേരുടെയും തമീം എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ടവരാണ് ഫറസ്ദഖും ജരീറും. പക്ഷെ അവരുടെ ബത്തുന് ഉപഗോത്രങ്ങൾ വ്യത്യാസമുണ്ട്. ഫറസ്ദഖ് ഏതാണ് ഗോത്രം? ഹുമാം ബിനു ഗാലിബ് അദ്ദാരിമി അൽ മുജാശിഇ. ജരീറോ അൽ കുലൈബി അൽ യർബുഇ അത്തമീമി. ഈ ഗോത്രങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. കാരണം ഇവരുടെ കവിതയിൽ പലപ്പോഴും ഇവരുടെ കബീലകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതൊക്കെയാണ് ചർച്ചയിൽ വരിക. മറ്റൊന്ന് ഇവിടെ അഖ്തൽ. ഇവിടെ നോക്കുന്ന അഖ്തലിനെ കാണുന്നുണ്ട്. അഖ്തലിന്റെ പേര് റിയാസ് ബിൻ ഗൗസ് അത്തഗ്ലിബി. അപ്പൊ ഇവരുടെ 3ആളുടെയും പേര്, ഇപ്പൊ ഫറസ്ദഖ് എന്ന് പറഞ്ഞാൽ ആരാണ്, ജരീർ എന്ന് പറഞ്ഞാൽ ആരാണ്, അഖ്തൽ എന്ന് പറഞ്ഞാൽ ആരാണ് മനസ്സിലാക്കണം. ഫറസ്ദഖിന്റെ ശരിക്കുള്ള പേര് ഹുമാം ബിൻ ഗാലിബ് അദ്ദാരിമി അൽ മുജാശിഇ അത്തമീമി. ഈ ദാരിമും മുജാശി എന്നൊക്കെ പറയുന്നത് മുമ്പേ വല്ലിപ്പാന്റെ ഒക്കെ ഓരോ വിവിധ വല്ലിപ്പകളുടെ പേരുകളാണ്. ജരീറിന്റെ പേര് അൽ കുലൈബി അൽ യർബുഇ. ജരീറിന്റെ പേര് ജരീർ എന്ന് തന്നെയാണ്. ബാക്കിയാ പറയുന്നത് ജരീർ ബിൻ അത്തിയ അൽ കുലൈബി അൽ യർബുഇ അത്തമീമി. അഖ്തലിന്റെ പേര് റിയാസ് ബിൻ ഗൗസ് അത്തഗ്ലിബി. അപ്പൊ ഇവർ പരസ്പരമുള്ള പ്രധാനമായിട്ടും ഇതിന്റെ സംഘടന നടന്നത് ഫറസ്ദഖും ജരീറും തമ്മിലാണ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയിൽ തന്നെ ഫറസ്ദഖും ജരീറും തമ്മിലുള്ള കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ അഖ്തൽ എന്തായി വരുന്നുണ്ട്? ജഡ്ജായി വരുന്നുണ്ട്. ഇപ്പൊ ഫറസ്ദഖ് എന്തായി? ജരീറിനെ ആക്ഷേപിച്ചുകൊണ്ട് കവിത പാടി. ജരീർ ഫറസ്ദഖിനെ ആക്ഷേപിച്ചുകൊണ്ടും കവിത പാടി. ഇത് രണ്ടിന്റെ ഇടയിൽ ജഡ്ജായിട്ടാണ് ആര് പാടിയത് വരുന്നത്? അഖ്തൽ വരുന്നത്. പക്ഷെ അഖ്തല്, നമ്മുടെ കവിതയിൽ പറയുന്നത് അഖ്തല് വിധിച്ചത് എന്താന്ന് വെച്ചാൽ ഫറസ്ദഖിന്റെ കവിതയാണ് ജരീറിന്റെ കവിതയേക്കാൾ ഉഷാറായതെന്ന്. അതിൽ ജരീറിന് സ്വാഭാവികമായിട്ടും എന്താവും? ദേഷ്യം പിടിക്കും. അതിൽ ജരീർ അഖ്തലിനെ ആക്ഷേപിച്ചുകൊണ്ടും കവിത പാടി. ഇങ്ങനെ 4 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഫറസ്ദഖ് പാടുന്നു, ഫറസ്ദഖിനെ ആക്ഷേപിച്ചുകൊണ്ട് ജരീർ പാടുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വിധി കൽപ്പിച്ചുകൊണ്ട് അഖ്തൽ എന്തായി? ഫറസ്ദഖിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഉഷാറായി എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്നു.
അപ്പോ ജരീർ എന്തായി? അഖ്തലിനെ ആക്ഷേപിച്ചുകൊണ്ട് പാടുന്നു. ഇങ്ങനെ 4 നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ കിതാബ് ഒന്ന് മറിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ ഫറസ്ദക്കിന്റെ വരി. അത് കഴിഞ്ഞിട്ട് അതിന് മറുപടിയായിട്ട് ജരീർ കവിത പാടുന്നുണ്ട്. അതിന് ശേഷം ഇതാ അഖ്തല് പിന്നെ വിധി നിർണയിക്കാണ്. ഇതിൽ ഫറസ്ദക്കാണ് ഉഷാർ എന്ന് പറഞ്ഞിട്ട് അതിലെന്തായി? നമ്മുടെ ജരീർ വീണ്ടും അഖ്തലിനെ എതിർത്തുകൊണ്ട് ജരീർ അഖ്തലിനെ എതിർത്തുകൊണ്ട് ആ വിധിയെ എതിർത്തുകൊണ്ട് പാട്ടുപാടാണ്. ഇങ്ങനെ 4 കവിതകളാണ് നഖായിദ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ നമുക്ക് ഫറസ്ദക്കിന്റെ കവിതയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഫറസ്ദക്ക് ഇന്നല്ലദീ സമകസ്സമാഅ ബനാലനാ ബൈതൻ ദആഇമുഹു അഅസ്സു വഅത്വലു. ഇതേതാ? ബഹ്റേതാ? കാമിലാണ് അല്ലെ? മുതഫായിലുൻ 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 മുതഫായിലൂൻ എന്ന ഫറസ്ദക്ക് പാടുന്നത്. ഇന്നല്ലദീ സമകസ്സമാ, ആകാശത്തെ ഉയർത്തിപ്പടച്ചവനായ അല്ലാഹു. സമക്ക എന്ന് പറഞ്ഞാൽ ഉയർത്ത. ഇന്നല്ലദീ സമകസ്സമാ, ആകാശത്തെ ഉയർത്തിപ്പടച്ചവനായ അല്ലാഹു ബനാലന, ഞങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയിരിക്കുന്നു. ബൈതൻ, ഒരു വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നു. എങ്ങനത്തെ വീടാണ്? ദആഇമുഹു, ആ വീടിന്റെ തൂണുകളാകുന്നത് അഅസ്സു, നല്ല ഇസ്സത്തുള്ളതാണ്, വഅത്വലു, നല്ല നീളമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പ്രപിതാക്കളൊക്കെ നല്ല മഹത്വമുള്ളവരാണ്, ഐശ്വര്യമുള്ളവരാണ്. ബൈത്തൻ, വീണ്ടും തുടരാണ്. ബൈത്തൻ, ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതൊരു വീടാണ്. ബനാഹുലന അൽ മലീക്, സർവശക്തനായ അള്ളാഹു ആണ് ആ വീട് ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. വമാ ബനാ ഹക്കമുസ്സമായി, ആകാശത്തിന്റെ ഹക്കിമായ അള്ളാഹു ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്ന ഒന്നാകുന്നത്, ഒന്നാകുന്നത് ബനാഹുലന, അല്ലെ? അങ്ങനെ നമ്മൾ സങ്കല്പിക്കണം. അതിന് ആഹിത്തുണ്ടാവും അവിടെ. ബനാ ഹക്കമുസ്സമായി, ആകാശത്തിന്റെ അധികാരി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഒന്ന്. ഫഇന്നഹു ലാ യുൻഖലു, അതൊരിക്കലും നീക്കപ്പെടൂല. അവ ഞങ്ങളുടെ നല്ല അടിയുറച്ച അടിവേരുള്ള നല്ലൊരു വീടാണ് അള്ളാഹു ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ബൈത്തൻ, തുടരാൻ. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ബൈത്തൻ, ഒരു വീടാണ്. ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? സുറാറത്തു മുഹ്തബിൻ ബിഫിനാഇഹി, ആ വീടിന്റെ തിരുമുറ്റത്ത് സുറാറ എന്ന് പറയുന്ന ഞങ്ങളുടെ വല്യുപ്പ എന്താണ്? മുട്ടുകെട്ടിയിരിക്കുന്നുണ്ട്. യഹ്തിബാ എന്ന് പറഞ്ഞാൽ മുട്ടുകെട്ടിയിരിക്കുക. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തിരുമുറ്റത്ത് ഞങ്ങളുടെ പ്രപിതാവായ സുറാറ മുട്ടുകെട്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ മുജാഷിയോ വേറൊരു വല്യുപ്പാണ്. മുജാഷി മുട്ടുകെട്ടി നല്ല അന്തസ്സോടെ പ്രൗഢിയോടുകൂടെ നിൽക്കാൻ. അബുൽ ഫവാരിസ് നഹ്ശലു, അബുൽ ഫവാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നഹ്ശൽ എന്ന് പറയുന്ന പ്രപിതാവ് മുട്ടുകെട്ടിയിരിക്കുന്നുണ്ട്. യലിജൂന ബൈത മുജാശിഇൻ ഫഇദാ ഇഹ്തബൗ ബറസൂ കഅന്നഹുമുൽ ജിവാലുൽ മുസ്സലൂ. യലിജൂന, ഇവരെല്ലാവരും സുറാറത്തും മുജാശിയും നഹ്ശലും എല്ലാവരും കൂടി എന്താ അവിടെ? യലിജൂന, എന്താ? വലചേരിച്ചു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. ഖുർആനിലെ ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, പ്രവേശിക്കാൻ അർത്ഥം. അപ്പൊ എലിജൂന, ഓലെല്ലാവരും പ്രവേശിക്കുന്നു ബൈത്ത മുജാഷിൻ, മുജാഷിന്റെ വീട്ടില്. അങ്ങനെ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഓലെല്ലാവരും മുട്ടുകെട്ടി ഇങ്ങനെ അന്തസ്സിൽ ഇരുന്നാൽ കഅന്ന ബറസു, അവർ വെളിവാകും. കഅന്നഹുമുൽ ജിബാലുൽ മുസ്സലു, നിവർന്നു നിൽക്കുന്ന മലകളെ പോലെ നമുക്ക് അവരെ കണ്ടാൽ തോന്നിപ്പോകും. അപ്പൊ അത്രയും ഐശ്വര്യവും ഇസ്സത്തുമുള്ള ആളുകളാണ് ഞങ്ങളുടെ പ്രപിതാക്കൾ എന്നർത്ഥം. ജരീറിനൊന്ന് തോണ്ടാൻ തുടങ്ങാൻ. لا يحتبي بفناء بيتك مثلهم أبدا إذا عد الفعال الأفضل. لا يحتبي بفناء بيتك, അല്ല ജരീറെ, എന്റെ വീടിന്റെ തിരുമുറ്റത്ത് മുട്ടുകുത്തുന്നവരുണ്ടോ, മുട്ടുകെട്ടിയിരിക്കുന്നവരുണ്ടോ? മിസ്ലുഹും, എന്റെ വെല്ലിപ്പാര അങ്ങനത്തെ പോലത്തെ ആളുകൾ നിങ്ങളുടെ വീട്ടിൽ മുട്ടുകെട്ടിയിരിക്കാൻ പറ്റിയ ആളുകളുണ്ടോ? അബദൻ, എന്നെങ്കിലും എപ്പോയെങ്കിലും. എപ്പോ? ഇതാ ഉദ്ദൽ ഫഅലുൽ അഫ്ളലു, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും അഫ്ളലായ സൽ പ്രവർത്തനങ്ങളൊക്കെ എണ്ണപ്പെടുകയാണെങ്കിൽ, നല്ല ആളുകൾ എണ്ണപ്പെടുകയാണെങ്കിൽ, എന്റെ പ്രപിതാക്കളെ പോലെ വീടിന്റെ മുറ്റത്ത് നല്ല അന്തസ്സോടുകൂടെ മുട്ടുകെട്ടിയിരിക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? മീൻ ഐസിഹിം, ഞങ്ങളുടെ ഫാമിലിയുടെ ഇസ്സത്ത് കാരണത്താൽ ജഹറത്ത് കുലൈബുൻ ബൈതഹ, ഈ കുലൈബ് എന്ന് പറഞ്ഞാൽ ആരാ?
ജരീറിന്റെ ഉപഗോത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജരീർ അൽ കുലൈബിയാണ്. അപ്പൊ ജഹറത്ത് കുലൈബുൻ, കുലൈബ് ഗോത്രക്കാര് പ്രവേശിച്ചു. ജഹറ എന്ന് പറഞ്ഞാല് പ്രവേശിക്കുക എന്നാണ് അർത്ഥം. ജഹറ മാളത്തിൽ ഒളിക്കുക എന്ന അർത്ഥം വെക്കാം അല്ലെ, ജുഹർ. അപ്പൊ ജഹറത്ത് കുലൈബുൻ, കുലൈബ് ഗോത്രക്കാരെന്തായി പ്രവേശിച്ചു. ബൈത്തഹ അവരുടെ വീടിന്. എങ്ങനത്തെ വീടാണ്? സറബൻ അവ തന്നെ തൊയ്ത്തുകളായ അവസ്ഥയിൽ. അപ്പൊ തൊയ്ത്തു പോലത്തെ അവരുടെ വീടുകളിൽ അവർ പ്രവേശിച്ചു എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഫാമിലിന്റെ വീട് എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള പ്രൗഢിയുള്ള വീടാണ്, നിങ്ങളുടെ വീട് തൊയ്ത്തു പോലാത്ത വീടാണ്. മാത്രമല്ല കഅന്നഹും ലദൈഹി അൽ കുമ്മലു, ഞങ്ങളുടെ ഉപ്പാമാരുടെ ഇസ്സത്തിന്റെ അടുക്കല് കുലൈബ് ഗോത്രത്തിൽപ്പെട്ട ആളുകളോട് ആകുന്നത് അൽ കുമ്മലു. എന്താണ് കുമ്മല് എന്ന് പറഞ്ഞാൽ? എന്താ? പേനുകൾ അല്ലെ? അതെ. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിലെ ഞങ്ങളുടെ പ്രപിതാക്കന്മാർക്ക് നല്ല ഇസ്സത്തുള്ളവരാണ്, നിങ്ങളുടെ ഫാമിലിയിലെ ആളുകൾക്ക് ഒരു ഇസ്സത്തും ഇല്ല അല്ലെ, പേനിന്റെ മാർക്കാണ് പറഞ്ഞത്. ضربت عليك العنكبوت بنسجها وقضى عليك به الكتاب المنزل. എന്താർത്ഥം? ضربت عليك ജരീറെ അന്റെ വീടിന്റെ മേലിന് ഉദാഹരണമായി അൽ അങ്കബൂത്ത് ബിനസ്ജിഹ എട്ടുകാലി അത് നെയ്തെടുത്ത വീട് കൊണ്ട് ഉപമ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം. ബാക്കി കൂടി നോക്കി. വഖളാ അലൈക നിന്റെ മേൽ അല്ലാഹു വിധിച്ചിരിക്കുന്നു ബിഹി ഈ ഉദാഹരണം കൊണ്ട്. ആര്? അൽ കിതാബുൽ മുൻസലു ഇറക്കപ്പെട്ട കിതാബ് എന്ന് പറഞ്ഞ അർത്ഥം. ലോകത്തിലെ ഏറ്റവും ബലഹീനമായ വീടാണ് അങ്കബൂത്തിന്റെ വീട് അല്ലെ? ഖുർആനിലുണ്ടല്ലോ ഇന്ന വഹനൽ ബുയൂതി ലബൈതുൽ അങ്കബൂത്ത്, ഏറ്റവും വഹിനുള്ള ദുർബലമായ വീടാണ് അങ്കബൂത്തിന്റെ വീട്. അപ്പൊ എന്റെ വീട് അങ്കബൂത്തിന്റെ വീട് പോലെയാണ് എന്ന് പറഞ്ഞാൽ ബലഹീനമായ വീടാണ്. ഞങ്ങളുടെ വീടാണ് ഏറ്റവും ഇസ്സത്തുള്ള വീട്. അഹ്ലാമുനാ തസിനുൽ ജിബാല റസാനതൻ വതഹാലുനാ ജിന്നൻ ഇദാ മാ നജ്ഹലു. അഹ്ലാമുനാ എന്താ? ഹിൽമ് എന്ന് പറഞ്ഞാൽ ജഹലിന്റെ ഓപ്പോസിറ്റ് ആണ്. ജഹൽ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ അവിവേകം അല്ലെ? അറിവില്ലായ്മക്ക് അർത്ഥം ജഹലിന് അങ്ങനെ അർത്ഥമുണ്ട്, പക്ഷെ പിന്നെ അവിവേകം എന്ന അർത്ഥമുണ്ട്. അപ്പൊ അഹ്ലാമുന ഞങ്ങളുടെ വിവേകങ്ങളാകുന്നത് തസിനുൽ ജിബാല മലകളോളം ഭാരമുണ്ടാകും. റസാനത്തൻ, റസാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗാംഭീര്യത്താൽ. റസാനത്തുൽ ഇൽമി മൻ കാനത് തുസക്കിലുഹു തംശി ബിഹാ ഖാദിയൻ മിഖ്ദാറ അഫ്ഖാലി. അങ്ങനത്തെ ഒരു കവിത ഉണ്ടല്ലോ. അപ്പൊ അഹ്ലാമുന ഞങ്ങളുടെ വിവേകങ്ങളാകുന്നത് തസിനുൽ ജിബാല മലകളോളം ഭാരമുണ്ടാകും. റസാനത്തൻ ഗാംഭീര്യത്താൽ. വതഖാലുന നീ ഞങ്ങളെ കുറിച്ച് ഭാവിക്കും. ജിന്നൻ ജിന്നായിട്ട് ഇദാമാ നജ്ഹലു പിന്നെ നമുക്ക് പിരാന്തുടിച്ചുണ്ടല്ലോ, അവിവേകം കാണിക്കാൻ തുടങ്ങും. ആ അവിവേകം കാണിക്കാൻ തുടങ്ങിയാൽ ജിന്നിന്റെ മാർക്ക് തോന്നിപ്പോകും. അമ്മാതിരി കാട്ടിക്കൂട്ടലായിരിക്കും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അന്റെ കൈ കൊണ്ട് നീ പ്രതിരോധിച്ചോ. ഇൻ അറത്ത ബിനാ അന ഞങ്ങളുടെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബിനാ അന ഞങ്ങളുടെ വീടിനെ. എങ്ങനത്തെ വീടാണ്? സഹ്ലാന സഹ്ലാൻ പർവ്വതത്തെ പോലത്തെ ഞങ്ങളുടെ വലിയ വീടിനെ എനിക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രതിരോധിച്ച്. എങ്ങനത്തെ സഹ്ലാൻ പർവ്വതമാണ്? ഇതല്ല ഹലബാത്തി ഒരുപാട് മലകളും കുന്നുകളും. ഹലബത്തും ജമ്മ ഹലബാത്ത് എന്ന് പറഞ്ഞാൽ കുന്നുകൾ എന്നാണ് അർത്ഥം. അപ്പൊ ഒരുപാട് കുന്നുകളും മലകളുമുള്ള സഹ്ലാൻ പർവ്വതത്തെ പോലത്തെ ഞങ്ങളുടെ വീടിനെ എനിക്ക് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ നീ നിന്റെ കൈ കൊണ്ട് പ്രതിരോധിക്ക്. നമുക്ക് നോക്കാലോ. ഹൽഹലു അത് ഇളകുന്നുണ്ടോ എന്ന്. ഹൽഹല എന്ന് പറഞ്ഞാൽ ഇളക്കുക, തഹൽഹല എന്ന് പറഞ്ഞാൽ ഇളകുക. അപ്പൊ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ സഹ്ലാൻ പർവ്വതത്തെ പോലത്തെ ഞങ്ങളുടെ വീടിനെ എനിക്ക് ഇളക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാലോ എന്നാണ് ഫറസ്ദക്ക് പാടുന്നത്. ഇതിന്റെ മറുപടിയാണ് ജരീറിന്റെ വരികൾ. ജരീറിനെ കുറിച്ച് നോക്കിയാലേ ഇവരുടെ കവിത കൂടി നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് നമ്മള് ജരീറിന്റെ വരികള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇൻഷാ അല്ലാഹ്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.